തലയ്ക്ക് 20 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച പ്രമുഖ മാവോയിസ്റ്റ് നേതാവ് കീഴടങ്ങി. ഇവിടെ അമിത്ഷായുടെ മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങൾക്ക് നിർണായക നേട്ടമാവുകയാണോ? തലയ്ക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന CPI മാവോയിസ്റ്റ് നേതാവായ കക്കാരാല സമത ഒടുവിൽ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. തെലങ്കാന DGP SV ആനന്ദിന് മുന്നിലാണ് ഈ ഒരു നേതാവ് 60-കാരിയായ സമത കീഴടങ്ങിയിരിക്കുന്നത്. വനിതാ മാവോയിസ്റ്റ് നേതാവാണ് കീഴടങ്ങിയത്. ദീർഘകാലം മാവോയിസ്റ്റ് സംഘടനയുടെ നിർണായക ഘടകമായി തന്നെ പ്രവർത്തിച്ചിരുന്ന നേതാവിന്റെ കീഴടങ്ങൽ രാജ്യത്തെ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് ശ്രദ്ധേയമായ സംഭവമായാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രമുഖ നടനായിരുന്ന അന്തരിച്ച കക്കാരാല സത്യനാരായണന്റെ മകളായ സമതയാകട്ടെ 1984 റാഡിക്കൽ സ്റ്റുഡൻസ് യൂണിയനിലൂടെയാണ് മാവോയിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. പിന്നീട് സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തകയായി തന്നെ ഇവർ മാറുകയും ചെയ്തു. മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി മുപ്പാല ലക്ഷ്മണ റാവു അഥവാ ഗണപതിയുടെ കോർ ടീമിൽ പോലും സമതയാകട്ടെ അവിടെ നിർണായക ചുമതല വഹിച്ചിരുന്ന വനിത കൂടിയാണ്. നഗരമേഖലകളിലെ സംഘടനാ പ്രവർത്തനങ്ങളും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും രഹസ്യ അന്വേഷണ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്തിരുന്നതും ഇവരായിരുന്നു എന്നതാണ് പോലീസിന്റെ ഇവിടെ അവരുടെ നിഗമനമായി തന്നെ സൂചിപ്പിക്കുന്നത്. സമതയുടെ ഭർത്താവും മാവോയിസ്റ്റ് നേതാവുമായ പട്ടേൽ സുധാകർ റെഡ്ഡി ആകട്ടെ 2009 പോലീസുകാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയായിരുന്നു ചെയ്തത്. അതിനുശേഷവും മാവോയിസ്റ്റ് സംഘടനയിൽ സജീവമായി തന്നെ തുടർന്ന് സമത ഇപ്പോൾ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ അമിത്ഷായുടെ മാവോയിസ്റ്റ് മുക്ത ഭാരത ലക്ഷ്യത്തിന് മറ്റൊരു നേട്ടമാണോ ഇതെന്നതാണ് ചോദ്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരെ തന്നെ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ ഏകോപിത നീക്കങ്ങൾ ശക്തമാക്കുകയും മാവോയിസ്റ്റ് സ്വാധീന മേഖലകൾ ഇല്ലാതാക്കാനുള്ള സമയബന്ധിതമായ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതിനിടയിലാണ് സംഘടനയുടെ ദീർഘകാല പ്രവർത്തകയായിരുന്ന ഒരു പ്രധാന വനിതാ നേതാവ് ഇവിടെ കീഴടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമതയുടെ കീഴടങ്ങലിന് മറ്റൊരു രാഷ്ട്രീയ സുരക്ഷാ പ്രാധാന്യം കൂടിയുണ്ട്. ഒരു നേതാവ് കീഴടങ്ങലിനുപരി തന്നെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പഴയ തലമുറയിൽ നിന്നുള്ള ഒരാൾ ഈ ഒരു ആയുധപാത ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു എന്ന സന്ദേശമാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. അതേസമയം സമതയുടെ കീഴടങ്ങലിന് പിന്നിൽ കൃത്യമായ ധാരണകളും വിശദാംശങ്ങളും ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെയും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എങ്കിലും 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന ഒരു പ്രധാന നേതാവിന്റെ കീഴടങ്ങൽ മാവോയിസ്റ്റ് ശൃംഖലയ്ക്ക് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന്റെ മറ്റൊരു സൂചനയായി കൂടി തന്നെ മാറുകയാണ്. അതേസമയം തോക്കിന് പകരം തന്നെ കീഴടങ്ങലാണോ എന്നത് ഒരു ചോദ്യമായി വരുന്നുണ്ട്. മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന പുതിയ സന്ദേശത്തിന് സമതയുടെ കീഴടങ്ങൽ എത്രത്തോളം കരുത്താകുമെന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. സമതയുടെ കുടുംബവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രസ്ഥാനത്തിൽ ഇത് സജീവമായി തന്നെ പ്രവർത്തിച്ചവരായിരുന്നു എന്ന് പറയുന്നു. മൂത്ത സഹോദരി അവിടെ സുനിത ചില മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ അംഗമായി തന്നെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 21 ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. സംസ്ഥാനത്ത് മാവോയിസ്റ്റ് പ്രസ്ഥാനം ഏറെക്കുറെ തന്നെ പൂർണ്ണമായും ഇല്ലാതായ സാഹചര്യത്തിലാണ് താനും കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി. കീഴടങ്ങിയ സമതയ്ക്ക് സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള സാമ്പത്തിക സഹായവും പുനരധിവാസ ആനുകൂല്യങ്ങളും ലഭിക്കുമെന്നും ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അടിയന്തര സഹായമായി തന്നെ 25,000 രൂപ ഇതിനോടകം തന്നെ കൈമാറി കഴിഞ്ഞു. തലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന 20 ലക്ഷം രൂപ പാരിതോഷികവും ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഉടൻ തന്നെ നൽകുമെന്നും പോലീസ് അറിയിച്ചു. തെലങ്കാനയിൽ ഇനി ഗണപതി അതുപോലെ തന്നെ മറ്റ് സുജാത വാർത്താശേഖർ എന്ന മംഗ്ലു എന്നീ 3 പേർ കൂടി ഇനി മാവോയിസ്റ്റ് നേതാക്കൾ കീഴടങ്ങാനുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർ ഒളിവിൽ കഴിയുന്നതായാണ് വിവരം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.